ഭയങ്കര എരിവ് ചൂട് അതൊക്കെ ചെയ്യുമ്പോൾ ഈ കുറേ കഴിയുമ്പോഴാണല്ലോ ഇതിന്റെ എഫക്റ്റ് വരുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലാവാനും സാധ്യതയില്ലല്ലോ, കാരണം പാടൊന്നും ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും മുറിവുള്ളതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഉള്ളൂ, അല്ലാതെ ആരും ആ സമയത്ത് ആശുപത്രി വരികയോ ഡോക്ടറിനെ കാണാനുള്ള സാധ്യതയുണ്ട് ഇല്ല. പരിധി വിട്ട് കഴിയുമ്പോൾ, അതായത് ഒട്ടുമേ തന്നെ ചൂട് കഴിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ എത്തുമ്പോഴാണ്. അതും ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് 60s സ്ത്രീകൾ. പുരുഷന്മാരും ഉണ്ട്. നമ്മൾ അവരുടെ കൂടെ ഇതും കൂടെ ചോദിക്കും, പുകവലി ബാക്കി ശീലങ്ങളുടെ കൂടെ എരിയും ചൂടൊക്കെ നല്ലോണം കഴിക്കുമെന്നും കൂടെ ചോദിക്കും. അത് അറിയാൻ പറ്റും. കാര്യം ഇതിൽ വായിൽ വരുന്ന വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, നമ്മുടെ വായിലുള്ളിലെ ചർമ്മത്തിന് ഒരു നിറമുണ്ട്, ഒരു ഹെൽത്തി പിങ്ക് ആണ്, ഒരു പിങ്ക് റോസ് കളർ നിറം, അല്ലെങ്കിൽ ഒരു ഇത്തിരി കൂടെ ചുവപ്പ് വരും നല്ല ആരോഗ്യമുള്ള ഒരാളുടെ. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ അതൊരു വെള്ള നിറത്തിലേക്ക് പതുക്കെ മാറും. കളറില്ലാത്തൊരവസ്ഥ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒന്ന്, വായിലെ ചർമ്മത്തിൻ്റെ കട്ടി കുറഞ്ഞു, ഇതിൻ്റെ താഴെയുള്ള രക്തഓട്ടം കുറഞ്ഞു. പിന്നെ നമ്മുടെ ചർമ്മത്തിന് താഴെ കുറച്ചൊരു വീതി കഴിഞ്ഞിട്ടാണ് പേശികൾ വരുന്നത്, അതായത് മസിൽ വരുന്നത്. ആ കട്ടിയാണ് പോയത്. അപ്പോൾ എന്ത് പറ്റും? പേശികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫൈബ്രസ് ആണ്, അതായത് നാരുകൾ കൂടുതലും ടൈറ്റുമാണ്. അതിൻ്റെ അളവ് കൂടുമ്പോൾ എന്നാ പറ്റും? വാ ഒരുപാട് തുറക്കാൻ പറ്റില്ല. എന്നിട്ട് എന്നുവെച്ചാൽ ഒന്നും കഴിക്കാനും പറ്റാത്ത അവസ്ഥ. ഇല്ല, വാ തുറന്നല്ലേ കഴിക്കുള്ളൂ. 4 വിരൽ നേരെ വെച്ച് കഴിഞ്ഞാൽ എത്ര അകലം വരണോ അത്രയായിരിക്കണം മേളത്തെ താടിയും കീഴത്തെ താടിയും കൂടെയുള്ള അകലം മുഴുവനായിട്ട് വാ തുറക്കുമ്പോൾ. അത് 3, 2 ആകുമ്പോൾ പണിയാവും. 3 ഫിംഗറൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചറിയാണെങ്കിൽ രക്ഷപ്പെട്ടു. കാര്യം ഈ വായുടെ ഈ സൈഡിൽ വെളുത്ത ഫൈബറുകൾ വരും. നമുക്കത് ശരിക്കും നമുക്ക് ഈ ഗ്ലൗസ് ഇട്ടിട്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാം, തൊട്ട് നോക്കുമ്പോൾ അറിയാം, കിട്ടും നമുക്കിങ്ങനെ നാരുകൾ പോലെ. സാധാരണ നമ്മുടെ കവിളിനകത്ത് തൊടുമ്പോൾ വളരെ സോഫ്റ്റായിട്ട്, വളരെ മൃദുലമായിട്ട്, വളരെ എന്താ പറയുക, നല്ലവണ്ണം ജലാംശമുള്ള, ഉമിനീര് വന്നിട്ട് ജലാംശമുള്ള അവസ്ഥയിലായിരിക്കും. ഇങ്ങനെയുള്ള ഇത് ഇച്ചിരി ഡ്രൈ ആയിരിക്കും. കാര്യം ഇച്ചിരി ഉണങ്ങി വരേണ്ട, കാര്യം ഉമിനീര് കുറയും. അപ്പോൾ ഇതൊക്കെ രോഗികൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയാൽ നല്ലത്. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ ശരിക്കും ഇത് ഈ ഒത്തിരി അഡ്വാൻസ്ഡ് ഒരു നല്ല സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ തന്നെ ഫിഷ് മൗത്ത് എന്നാണ് പറയുന്നത്. അതായത് മീൻ വാ തുറക്കുന്ന പോലെ ചെറുതാവും വാ തുറക്കുന്നത് തന്നെ. എന്നിട്ട് വായ്ക്ക് ചുറ്റും തന്നെ, അതും നമ്മുടെ ചുണ്ടിനൊരു ചുവപ്പ് നിറം അല്ലെങ്കിൽ പിങ്ക് നിറമുണ്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇച്ചിരി ഡാർക്ക് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഇച്ചിരി ബ്രൗണിഷ് ആണ് എങ്കിലും ഒരു ഹെൽത്തി രക്തഓട്ടം ഉള്ള ഒരു നിറം കാണും. അതും മാറും, ഇച്ചിരി ലൈറ്റ് കളറാവും. അത് തുറക്കുമ്പോൾ പിടുത്തം ഇവിടെ തുറക്കാൻ പറ്റില്ല. അത് ജോയിൻറ്റിൻ്റെ പ്രശ്നമല്ല, കവിള് പിടിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നാക്ക് നീട്ടുമ്പോൾ നാക്കിൻ്റെ ഉപരിതലം നമ്മുടെ ഈ ടേബിൾ പോലെ സ്മൂത്ത്. നമ്മൾ സാധാരണ എങ്ങനെയാണ്, ഒത്തിരി പരിപരുത്തതാണ് നമ്മുടെ നാക്ക്. കാര്യം എന്ന് വെച്ചാൽ സ്വാദമുകളങ്ങളെല്ലാം തന്നെ പരിപരുത്തതാണ്. ടേസ്റ്റ് ബഡ്സ് ഇതൊക്കെ പോകും. അതാണ് രുചി അറിയാൻ പറ്റാത്തത്. പ്ലസ് കട്ടി കുറയും. നാക്കിലെ ശരിക്കും പറഞ്ഞാൽ ചർമ്മത്തിന് നമ്മുടെ കവിളിലേതിനേക്കാളും കട്ടി കൂടുതലാണ്. അതായത് ഈ സ്വാദുമുകളങ്ങൾ ഉള്ളത് കൊണ്ട് ഇത് പോയി കഴിഞ്ഞ് ഫ്ലാറ്റ് ആവും. എന്നാ സംഭവിക്കുന്നത്? സ്മൂത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഈ സാധാരണ നമ്മൾ നാക്ക് നീട്ടി നോക്കുമ്പോൾ പരിപരത്ത് ഒരു കാർപ്പറ്റ് പോലെ ഇരിക്കും. ഇതങ്ങനെയല്ല, സ്മൂത്ത്. കവിളിൻ്റെയൊക്കെ പ്രതലം പോലെ സ്മൂത്ത് ആയിട്ടിരിക്കും. അതും ഇച്ചിരി വെള്ളയായിരിക്കും. പിങ്ക് അല്ല, റെഡിഷ് അല്ല, വെള്ള. അതിൽ സ്റ്റേജ് മാറിയെന്ന് തന്നെയാണല്ലേ. പിന്നെ നാക്ക് ഇതുപോലെ തന്നെ, ഇത് ടൈറ്റ് ആകുന്ന പോലെ നാക്ക് ടൈറ്റ് ആവും, നാക്ക് അനക്കാൻ പറ്റാത്തയോ. നമ്മളിപ്പം ഇപ്പോൾ നമുക്ക് ഇവിടെ വരെയൊക്കെ നാക്ക് നീട്ടാൻ പറ്റുന്നുണ്ടോ? ഇത് വായുടെ പുറത്തേക്ക് ചിലപ്പോൾ നാക്ക് നീളത്തില്ല, ടൈറ്റ് ആവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഒരുപാട് ഏരിയയിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. ഭക്ഷണം, അത് ഈ മുറുക്കൊക്കെ ഉള്ളവർക്ക് ജനറലായിട്ട് വരുന്നൊരു കാര്യമാണ്. കാര്യം ഈ മുറുക്കി എടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ കറയുണ്ടല്ലോ, വായിൽ മൊത്തം വിരളും. എല്ലാ ചർമ്മത്തിനും വ്യത്യാസം വരും. സ്ത്രീകൾ പലപ്പോഴും, പിന്നെ സ്ത്രീകൾക്ക് മിക്കവാറും ഒരു പരിപാടിയുണ്ട്, ചവച്ചിട്ട് ഇവിടെ വെച്ചേക്കാം, എന്നിട്ട് ലേശം അതിൻ്റെ ജ്യൂസ് ഇങ്ങനെ വരും, അത് റിലീസ് ചെയ്യുന്നതാണ് രീതി. പക്ഷെ എവിടെയാണോ വെക്കുന്നത് അവിടെ വരും പണി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.